എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ്. മക്കളെ, ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പിരാന്താവുന്ന ആൾക്കാരാണ് നമ്മളെ ഹബീബിങ്ങളൊക്കെ അല്ലേ. പക്ഷെങ്കിൽ ഹബീബി, നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അതല്ലെങ്കിൽ A+ കിട്ടണമെങ്കിൽ എന്തായാലും ഗ്രാമർ പഠിച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനും മക്കളെ ഇമ്പളടുത്ത് ഒരുപാട് ഉടായ്പകളുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഇംഗ്ലീഷിലെ ഒരു സിമ്പിൾ ഗ്രാമർ. അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഗ്രാമർ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഉടായ്പ ട്രിക്കിലൂടെ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ഗ്രാമറാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഗ്രാമർ പഠിച്ചെടുക്കാം. അപ്പൊ ഇതുവരെ ഈ ഗ്രാമറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത മക്കൾക്ക് ഉറപ്പായിട്ടും ഈ ഗ്രാമർ പഠിക്കാനും ഇതിലൂടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ മക്കളെ, നിങ്ങൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മുമ്പ് SSLC പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ഗ്രാമറും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നില്ല. എന്നാൽ നമ്മൾ എല്ലാ ഗ്രാമറുകളും നമ്മൾ പഠിക്കും. ഇതുപോലെ തന്നെ ഉടായ്പയിലൂടെ പഠിക്കും. ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾ കണ്ടോളൂ. ഓക്കെ മക്കളെ, ഇവിടെ നമ്മുടെ റൂംമേറ്റ് ഫസ്റ്റ് തന്നെ അഡിച്ചയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? യു ആർ ഫ്രം നൈജീരിയ, യു ആർ ഫ്രം നൈജീരിയ എന്നിട്ട് ഒരു കോമ ഇട്ടു അല്ലെ, എന്നിട്ട് ഡാഷ് ഇട്ടുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായത് മക്കളെ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലെ. ഈ കോൺവെർസേഷനിലെ ചിഹ്നങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അത് കറക്റ്റ് നോക്കണം. ഇനി നിങ്ങൾ ആൻസർ ചെയ്തുമ്പോഴും ആ ചിഹ്നങ്ങൾ കറക്റ്റ് ഇടണം, അല്ലെങ്കിൽ ആ മാർക്ക് കിട്ടൂല കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഇടണം, ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ റൂംമേറ്റ് പറയാണ് യു ആർ ഫ്രം നൈജീരിയ, അതായത് നീ നൈജീരിയ എന്നാണ് വരുന്നത്, എന്നിട്ട് ഡാഷ് ഇട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, എന്തോ ഒന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് പറഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ ഇതുപോലെ ഒരു കോമ ഇട്ടിട്ട് അതിന്റെ കൂടെ ഒരു ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ മക്കൾ ഉറപ്പിച്ചോ, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. എന്തായാലും പറയാ, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ മക്കളെ, ഇതിന് ആൻസർ എഴുതുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സിമ്പിൾ ആണ്, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറഞ്ഞ മാതിരി ഒരുപാട് സംഭവം ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. പക്ഷെ അതിന് മുമ്പ് ആദ്യം ഇത് എന്താ സാധനം എന്നറിയണ്ടേ? പേര് പോലെ തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സെന്റൻസിന്റെ വാലായിട്ട് വരുന്ന, ഒരു സെന്റൻസിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ അർത്ഥം എങ്ങനെ വരാച്ചാൽ അല്ലേ, ആണോ, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണോ, അങ്ങനെയല്ലേ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ, മലയാളത്തിൽ നമ്മൾ ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ടാഗുകൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെ, ഇതിന്റെ പേര് പേനയാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കൊരു ഡൗട്ട്. അപ്പൊ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് അല്ലെ നിങ്ങളോട് ചോദിക്കുകയാണെന്ത്, ഇത് ഒരു പേനയാണ് അല്ലേ, അല്ലടാ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പറയും? അതെ ആണ് അല്ലേ, സാറെന്താ പൊട്ടനാണോന്ന് വിചാരിക്കും അല്ലേ. അപ്പൊ ഞാൻ പറയണത്, എനിക്ക് ഡൗട്ട് ഉണ്ടെന്ത്, ഇതൊരു പേനയാണെന്ന്. എന്നാലും ഞാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണത് ഇതൊരു പേനയാണ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. കാരണം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇതൊരു പേനയാണ്, എന്നിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ അല്ലേ എന്ന് ചോദിച്ച ചോദ്യമാണ് മക്കളെ ക്വസ്റ്റ്യൻ ടാഗ്. ഇതങ്ങോട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി. ഇനി അതല്ല, ഞാൻ ഇതിനെ വേറെ രീതി ചോദിക്കുകയാണ്, ഇതെന്താന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇതൊരു ചക്കയല്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറയണേ, ഇതൊരു ചക്കയല്ല ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നേരെ തിരിച്ചിട്ട് ചോദിച്ചു. ആദ്യം ഞാൻ ചോദിച്ചത് ഇതൊരു പേനയാണ് എന്നാണ്, പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. എന്താ മക്കളെ ഈ പോസിറ്റീവിനായിട്ട് നമ്മൾ വ്യത്യാസം? നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അല്ല എന്ന അർത്ഥം വരുന്ന സെന്റൻസുകളാണ് നെഗറ്റീവ് അല്ലേ. അതായത് നമ്മൾ ഇംഗ്ലീഷ് പറയെങ്കിൽ നോട്ട്, നെവർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉണ്ടല്ലോ, നോ എന്നൊക്കെ ഉള്ളേ. അതിനൊക്കെ അർത്ഥം എന്താ? ഇല്ല. നമ്മൾ എപ്പോഴും പറയുന്ന നോ, നോട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഇല്ല, അല്ല എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്, അതൊന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് പേനയല്ല എന്നല്ലല്ലോ. എന്താ പറഞ്ഞത്? ഇതൊരു പേനയാണ്, പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അതിന്റെ കൂടെ ടാഗ് ആയിട്ട്? അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പോസിറ്റീവ് ആയിട്ടാണ് സെന്റൻസ് പറയുന്നെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വേണം ചോദ്യം ചോദിക്കാൻ. ഇനി രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞത്? ഇതൊരു ചക്കയല്ല അല്ലെ. ഞാൻ പറഞ്ഞു ഇതൊരു ചക്കയല്ല. അപ്പൊ നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല എന്നാ പറഞ്ഞത് അല്ലേ. അതായത് ദിസ് ഈസ് നോട്ട് എ ജാക്ക് ഫ്രൂട്ട് അല്ലെ. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചത് എന്താ? ആണോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ വെക്കുന്ന സെന്റൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ചോദിക്കേണ്ട ടാഗ് അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം നെഗറ്റീവിലായിരിക്കണം. എന്നാൽ നമ്മൾ പറയുന്ന സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവിലാണെങ്കിൽ ചോദിക്കുന്നത് പോസിറ്റീവിലാവണം. ഇതാണ് ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ മനസ്സിലായത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ എല്ലാ ഭാഷയിലും ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കാം. ഇത് ഒരു സെന്റൻസിന്റെ കൂടെ മാത്രമേ വരുള്ളൂ, ഒറ്റയ്ക്ക് വരില്ല. ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് ശരിയാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത്രയും കാര്യം മക്കൾ മനസ്സിലായില്ലേ? അതല്ലാതെ ഒരു മച്ചാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മച്ചാന്റെ മുഖത്തൊക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, അവളുടെ പേര് രമണി എന്നാണെന്ന്. അപ്പൊ നിങ്ങൾ അവളുടെ മുഖത്തൊക്കെ ചോദിക്കുകയാണ് ആണോ
എന്താണോന്ന് അപ്പൊ നിന്നോട് PP അടിച്ചു കാണ്ട് നാട്ടുകാരൊക്കെ കൂട്ടി നിങ്ങളെ പഞ്ഞിക്കിടും, ഒരു സംശയമില്ല അല്ലേ. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻ ടാഗ് ഒറ്റക്ക് വരില്ല, അത് ഉറപ്പിച്ചോളി. ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്ന മുമ്പ് സ്റ്റേറ്റ്മെന്റ് പറയണം അല്ലെ. അതായത് നീ രമണിയാണ് അല്ലേ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെ. അല്ലെങ്കിൽ നീ കുഞ്ഞമ്മയല്ല ആണോ, ഇങ്ങനെ ചോദിക്കാം. അതല്ലാതെ അല്ലേ ആണോ എന്ന് മാത്രം ചോദിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒന്നുകിൽ പിരാന്താന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തല്ലിട്ടു അല്ലെ. അത് തന്നെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിന്റെ കാര്യത്തിലും. മലയാളത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ ആണോ എന്ന് ഒരൊറ്റ സെന്റൻസ്, ഒറ്റ വേർഡല്ലേ ഉള്ളൂ അല്ലെ, അല്ലേ ആണോ, ഒറ്റ വേർഡേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ 2 വേർഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ 2 വേർഡ് ഉണ്ടാവും. ഞാൻ ഈ ഒരു സെന്റൻസിന്റെ ആൻസർ ഒന്ന് പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ കിട്ടി എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇത് യു ആർ ഫ്രം നൈജീരിയ എന്നല്ലേ ഇതിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ ശരിക്കും വരുന്നത് R എന്നാണ്. ഇതിന് ആൻസർ എന്താ വരിക, R. ഇതിൽ എത്ര വേർഡ്സ് ഉണ്ട് മക്കളെ, R എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, U എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ദുനിയാവിലെ ഏത് ക്വസ്റ്റ്യൻ ടാഗ് എടുത്തു കഴിഞ്ഞാലും അതിൽ എത്ര വേർഡ്സ് ഉണ്ടാവുള്ളൂ, 2 വേർഡ്സ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ മക്കൾ, ഇത് എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് മക്കൾ ഇവിടെ ഒരു സാധനം കണ്ടോ, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞൊരു കുഞ്ഞമ്മമാര് അല്ലെ, ഒരു ചങ്ങന്മാരെ കണ്ടില്ലേ. ഇതിന് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. ചില ടീച്ചർമാർ ഓക്സിലറി വെർബ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ബാബു എന്നോ ശശി നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം, അതൊന്നും ഇവിടുത്തെ ഒരു വിഷയമല്ല. എന്തായാലും മനസ്സിലാക്കുക, ഈ ചെങ്ങൈമാര് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇത് കാണാതെ പഠിക്കണം. ഇത് 24 എണ്ണം ഉണ്ട്. ഓക്കെ ഞാനൊന്ന് വായിച്ചുതരാം. ഈസ്, ആം, ആർ, വാസ്, വേർ. ഇവന്മാരെല്ലാവരും ഒരു കുടുംബക്കാരാട്ടോ. പിന്നെ അതിന്റെ അടിയിൽ ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ ഇവര് വേറെ കുടുംബമാണ്. പിന്നെ ഡു, ഡസ്, ഡിഡ് വേറെ ചെങ്ങൈമാരാണ്. ഓക്കെ പിന്നെ വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നീഡ്, ഡയർ, ഓട്ടോ, യൂസ്ഡ് ടു. ഇതിൽ ഈ 4 ചെങ്ങന്മാരുടെ ലാസ്റ്റ് പറഞ്ഞേ അവർ നമുക്ക് വേണ്ട, അവർ നമ്മളെ ക്വസ്റ്റ്യൻ അധികം വരാറില്ല, നമുക്ക് 10th അധികം വരാറില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു 20 എണ്ണം മതി. മൊത്തം 24 എണ്ണം ഉണ്ട്. ആദ്യത്തെ 20 എണ്ണം നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. ഈ ഓർഡർ തന്നെ പഠിച്ചാൽ അത്രയും നല്ല. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് എന്തായാലും പഠിക്കണം. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ നമ്മളൊരു ടെൻസില്ലാതെ ഉടായ്പിലൂടെയാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെങ്കിലും നിങ്ങൾ പഠിക്കാം. ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് R വന്നതെന്ന് കുറെ കുട്ടിക്ക് സംശയം ഉണ്ടാവും. കുറെ കുട്ടിക്ക് അറിയാൻ മതി, കുറെ കുട്ടിക്ക് സംശയം ഉണ്ടാവും. എളുപ്പപ്പടി എന്താ അറിയാം മക്കളെ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ടാഗിലെ ഫസ്റ്റത്തെ വേർഡ് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും. എന്താ വരിക, ഹെൽപ്പിംഗ് വെർബ്. ആ ഹെൽപ്പിംഗ് വെർബ് ആണല്ലോ ഇത്. അതായത് ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും മക്കളെ ഫസ്റ്റ് വരിക ഈ 20 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഉറപ്പിച്ചോ ഉറപ്പിച്ചു അല്ലെ. ഇനി രണ്ടാമത്തെ വേർഡ് എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും. എന്താ വരിക, സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ് ഇതല്ലേ, R അല്ലേ, ഇവിടെ കണ്ടില്ലേ R അല്ലേ. ഹെൽപ്പിംഗ് വെർബ് നമുക്ക് സെന്റൻസിൽ നോക്കിയാൽ ഹെൽപ്പിംഗ് വെർബ് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെ ചില സെന്റൻസുകൾ വരും, അതിലേക്ക് നമ്മൾ വരാം. എന്തായാലും ഈ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഒരു വെർബ് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. അതിന്റെ നേരെ ഇടതുഭാഗത്ത് എത്ര വാക്കുകളുണ്ടോ അതാണ് അതിലെ സബ്ജക്റ്റ്. ഇവിടെ R-ന്റെ ഇടതുഭാഗത്ത് എത്ര വാക്കുണ്ട് മക്കളെ, U എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കല്ലേ ഉള്ളൂ. നമ്മുടെ ഉടായ്പിലൂടെ പറഞ്ഞു തരാണേ. അപ്പൊ ആ U ആണ് ഇതിലെ സബ്ജക്റ്റ്. നമ്മൾ ചെയ്തു അതല്ലേ. നോക്കിയാ ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടെത്തി, ആദ്യം നമുക്ക് വേണ്ട ഹെൽപ്പിംഗ് വെർബ് അല്ലേ. ആദ്യം നമ്മൾ ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കി. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കണം. ഇതിലൊക്കെ യു ആർ ഫ്രം നൈജീരിയ ഇതല്ലേ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അതിലെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലേ നോക്കുക. ഈ പറഞ്ഞതിൽ ഏതുണ്ട്, R ഉണ്ട്. അപ്പൊ നമ്മൾ R എഴുതി. വളരെ സിമ്പിൾ ആണ്. നോക്കുക R എഴുതി. ഓക്കെ ഇനി എന്താ ശ്രദ്ധിക്കേണ്ട അറിയോ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗിനെ നെഗറ്റീവ് ആക്കണം, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗിനെ പോസിറ്റീവ് ആക്കണം. അതായത് നെഗറ്റീവ് ആണെന്ന് എങ്ങനെ മനസ്സിലാവുക, നോട്ടോ അല്ലെങ്കിൽ നോയോ ഉണ്ടോ നോക്കിയാൽ മതി. വേറെ കുറെ വേർഡ്സിന് നെവർ, നത്തിങ്, നീദർ എന്നൊക്കെ അതൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നിങ്ങൾക്ക് മാക്സിമം ഒരു നോ വരും അല്ലെങ്കിൽ നോട്ട് വരും. അധികം നോട്ട് തന്നെ വരുള്ളൂ. ഓക്കെ അപ്പൊ ഈ 2 വാക്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സെന്റൻസിൽ ഉണ്ടോ നോക്കിയാൽ മതി. പ്രശ്നം കഴിഞ്ഞ് നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട. ഇതിൽ നോട്ട് നോ ഒന്നില്ലല്ലോ. യു ആർ ഫ്രം നൈജീരിയ, യു ആർ നോട്ട് ഫ്രം നൈജീരിയ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആക്കണം. സിമ്പിൾ ആണ്. നമ്മുടെ ഈ ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ ദാ ഇന്റ് എന്ന്, നോട്ടിന്റെ ഷോർട്ട് ഫോം ഇന്റ്, നോട്ടിന്ന് NOT എന്നല്ല എഴുതുക. ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ ഇന്റ് എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഈ ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ ഇന്റ് എന്ന് വെച്ചാൽ മക്കളെ നെഗറ്റീവായി. പ്രശ്നം കഴിഞ്ഞടാ, പ്രശ്നം കഴിഞ്ഞ്. ഓക്കെ R ഇന്റ്. ഇനി നമുക്ക് സബ്ജക്റ്റ് അല്ലേ വേണ്ട. സബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ല. എന്താ, ഈ ഹെൽപ്പിംഗ് വെർബിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും സബ്ജക്റ്റ്. U അല്ലേ, U എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ആൻസർ ആയി. മനസ്സിലായോ സാറേ, മനസ്സിലായി തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്ക്. ഹി ഈസ് മൈ ഫ്രണ്ട്. ഓക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. എന്നിട്ട് ഇതാണ് നിങ്ങൾക്ക് വന്നതെന്ന് വിചാരിച്ചോ, കോമട്ട് ഡാഷിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ആരെ തപ്പണം, ആരെ തപ്പണം, ഹെൽപ്പിംഗ് വെർബിനെ തപ്പണം. ഉണ്ടോ, ഉണ്ട്. ഇതാ ഫസ്റ്റ് തന്നെ കുഞ്ഞപ്പൻ ഇവിടെ കിടക്കുന്നുണ്ട്, ഈസ് അല്ലേ. അപ്പൊ ഈസ് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതി, ആൻസറിൽ ഫസ്റ്റ് ഈസ് എഴുതി. ഇനി എന്താ നോക്കണ്ടേ, നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ടേ.
നോട്ട് ഉണ്ടോ, നോ ഉണ്ടോ, ഇല്ല. അപ്പൊ ഇത് നെഗറ്റീവ് അല്ല, സോറി, അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. നമ്മൾ എന്താക്കണം, ഇതിന്റെ കൂടെ ഇൻഡ് വെച്ചെടുക്കണം, ഈ ചങ്ങാനെ വെച്ചെടുക്കണം. ഈസിന്റെ പ്രശ്നം കഴിഞ്ഞ് ഫസ്റ്റ് വേർഡ് കിട്ടി, അരമാർക്ക് കിട്ടി അല്ലേ. ഇനി അടുത്തെന്താ, ഈ ഹെൽപ്പിംഗ് വെർബിന്റെ ലെഫ്റ്റ് സൈഡിൽ ഈ അമുക്കല്ലേ, ഹി അല്ലേ, ഓനാണ് സബ്ജക്ട് അല്ലേ. നേരെ ഓൻ അവിടെ കൊണ്ട് എഴുതാം, സ്മോൾ ലെറ്റർ എഴുതണം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, ആൻസർ ആയി, ദാറ്റ്സ് ഓൾ. ഓക്കെ, യെസ് യുവർ ഓണർ അല്ലേ. ഇനി മക്കളെ, ഞാൻ ഇവിടെ ഒരു 7 എക്സാമ്പിൾ, സിമിലർ ടൈപ്പുള്ള ഒരു 7 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഷട്ടയെന്ന് പറഞ്ഞാണ്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. അതോടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇതിന്റെ ഗുട്ടൻസ് നിങ്ങൾ പഠിച്ചു കഴിയും. സിമ്പിൾ ആണ്, പെട്ടെന്ന് പറയും. ഫസ്റ്റ് എന്താ, ഷീ വാസ് ഗോയിങ് ടു സ്കൂൾ. ഇതല്ലേ തന്നത്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇതിന്റെ അർത്ഥമോ തേങ്ങയോ ഒന്നും നോക്കണ്ട. നിങ്ങൾ ആദ്യം നോക്കുക, ഇതിൽ ഈ ചങ്ങായിമാരുണ്ടോന്ന്, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോന്ന്. ഉണ്ടോ, ഉണ്ട് അല്ലേ. ഈ വാസ് ഇവിടെ കിടക്കുന്നുണ്ടോ, വാസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആ ചങ്ങായിനെ എഴുതുന്നു, ഒന്നാമത്തെ ആൻസർ ഇതാ വാസ്. ഓക്കെ, ദെൻ എന്താണ്, ഇനി ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. സിമ്പിൾ ആണ്. എന്താ, ഇതിൽ നോട്ട് ഉണ്ടോ, നോ ഉണ്ടോ, ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് നെഗറ്റീവ്, പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡ് വെച്ച് കൊടുക്കാം, നെഗറ്റീവ് ആക്കി അല്ലേ. ഇനി നമ്മൾ എന്താ നോക്കണ്ടേ, സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് എന്തായാലും ഹെൽപ്പിംഗ് വെർബിന്റെ തൊട്ടപ്പുറത്തായിരിക്കുമല്ലോ, സിമ്പിൾ. അപ്പൊ ആരാണ്, ഷീ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വാസ് ഇൻ ഷീ. ആൻസർ കിട്ടി മക്കളെ, 1 മാർക്ക് കിട്ടി, ഉറപ്പിച്ചോളി അല്ലേ. ദെൻ അടുത്തത് എന്താ, രാജു വിൽ കം ഹിയർ അല്ലേ. നമ്മൾ വേറെ നോക്കണ്ട, രാജു ആയിട്ടൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കുക. ഉണ്ടോ, ഉണ്ട്. ഏതാ, വില്ല്. ഇതാ കണ്ടില്ലേ, ഈ വില്ല് ഇവിടെ ഇല്ലേ, ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതി, വില്ല് എഴുതി. ഓക്കെ, വില്ല് എഴുതി. ഇനി എന്താ പ്രശ്നം, ഇനി ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. അപ്പൊ എന്താണ്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ് അല്ലേ, നോട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിന്റെ നേരെ നെഗറ്റീവ് ആക്കണം. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വില്ലിന് നെഗറ്റീവ്, വില്ലിന്റെ അല്ല വോണ്ട് ആണ്. ചിലതിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് ഒരു 4 എണ്ണത്തിന് വ്യത്യാസം ഉണ്ട്. 4 എണ്ണം നിങ്ങൾ ഓർത്ത ചാതി, ഈ 20 എണ്ണത്തിന് ഒരു 4 എണ്ണത്തിന്. അത് വേറെ ഒന്നല്ല, എം എന്ന വാക്കിന്റെ നെഗറ്റീവ് ആറിന്റെ ആണ്. ഏതാണ്, ആറിന്റെ. അത് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ആമിന്റെ എന്ന് പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിലില്ല, ആറിന്റെ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം വില്ല്, വില്ലിന്റെ നെഗറ്റീവ് വോണ്ട് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ, ഓർമ്മിച്ചോളൂ, വില്ലിന്റെ അല്ല കേട്ടോ. പിന്നെ എന്താ, ഷാളിന്റെ നെഗറ്റീവ് ഷോണ്ട് ആണ്, ഷോണ്ട്, SHANT, ഷോണ്ട്. പിന്നെ ക്യാനിന്റെ നെഗറ്റീവ് കാണ്ട്. ഓക്കെ, ബാക്കി എല്ലാം സെയിം. ഇൻഡ് വെച്ചെടുത്താൽ ഇതാ, ഈസ് ഈസിന്റെ ആണ്, ആറിന്റെ ആണ്, വാസ് വാസിന്റെ ആണ്, വേറിന്റെ ആണ്, ഹാസ് ഹാസിന്റെ, ഹാവ് ഹാവിന്റെ, ഹാഡ് ഹാഡിന്റെ, ഡു ഡോണ്ട്, എല്ലാത്തിനും ലാസ്റ്റ് ഇൻഡ് വെച്ചെടുത്താൽ കേട്ടോ. ഇപ്പൊ വുഡ് ആണ് വുഡിന്റെ, ഷുഡ് ആണ് ഷുഡിന്റെ, മേ ആണ് മെയിൻ്റെ, മൈറ്റ് ആണ് മൈറ്റിന്റെ, എല്ലാത്തിനും ലാസ്റ്റ് ഇൻഡ് വെച്ചെടുത്താൽ മതി. ഈ 4 എണ്ണത്തിന് മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പൊ വില്ലിന്റെ നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞത്, വോണ്ട് ആണ്. അപ്പൊ നമ്മൾ ഇത് എഴുതിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വോണ്ട് എന്നാക്കുന്നു. ഓക്കെ, വോണ്ട് എന്ന് എഴുതി. ഇനി നമ്മൾ സബ്ജക്റ്റ് അല്ലേ നോക്കണ്ടേ, ഈ ഹെൽപ്പിംഗ് വെർബിന്റെ പുറത്ത് രാജുമോനല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വോണ്ട് രാജു എന്ന് എഴുതാൻ പറ്റുമോ, പറ്റൂല. അവിടെയാണ് നിങ്ങൾ അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത്. അതായത് നേരത്തെ നമ്മൾ ഷീ, യു, ഹി ഇതൊക്കെ വന്നപ്പോ അങ്ങനെ എഴുതിയില്ലേ, കുഴപ്പമില്ല. അതായത് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന 7 പ്രൊനൗൺസ് ഉണ്ട്. ഏതൊക്കെയാ, ഐ, വി, യു, ഹി, ഷീ, പിന്നെ ഇറ്റ്, ദേ. ഓക്കെ, നിങ്ങൾക്ക് അയ്യോ ദേവി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പഠിപ്പിച്ചെന്നുണ്ടാവും. എന്നാലും ഇത് ഓർഡറിന് പഠിക്കുക. ഈ 7 മഹാന്മാർ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റ് ആയിട്ട് വരും. അതായത് രണ്ടാമത്തെ വേർഡ് ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ചങ്ങായി ആവും. അതങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, ഉറപ്പിച്ചോളി. ഓക്കെ, അപ്പോൾ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഫസ്റ്റ് സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, അതന്നെ എഴുതിയാൽ മതി. പക്ഷേ ഇതിന് പകരം ഏതെങ്കിലും നൗൺ ആണെങ്കിൽ, ഏതെങ്കിലും ആളുടെ, ഒരു ആണിന്റെ പേരോ പെണ്ണിന്റെ പേരോ അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ പേരോ അല്ലെങ്കിൽ ഒരു ജീവിയുടെ പേരോ വസ്തുവിന്റെ പേരോ സ്ഥലത്തിന്റെ പേരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് യോജിച്ച പ്രോനൗണിലേക്ക് മാറ്റണം. ഓക്കെ, അതായത് ഇതിൽ ഏതൊക്കെ വെക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാണാണെങ്കിൽ നിങ്ങൾ വെക്കേണ്ടത് ഹി ആണ്. ഒരു പെണ്ണാണെങ്കിൽ നിങ്ങൾ ഷീ ഉപയോഗിക്കണം. കുറേ ആൾക്കാരുണ്ടെങ്കിൽ, അത് ആണായാലും പെണ്ണായാലും മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും നിങ്ങൾ ദേ ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഒരു ജീവി, മനുഷ്യന്മാരല്ലാത്തൊരു ജീവിയോ അല്ലെങ്കിൽ ഒരു വസ്തുവൊക്കെ ആണെങ്കിൽ ഇറ്റ് ഉപയോഗിക്കണം. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ രാജമോഹനല്ലേ, ഒരിക്കലും രാജമോഹനോട് ചോദിച്ചു അങ്കിളിന്റെ അച്ഛൻ ആരാണെന്ന്. അച്ഛനത്രേ, അച്ഛനല്ലേ. എന്തായാലും പേടിക്കണ്ട. രാജമോഹനാണെങ്കിൽ രാജമോഹൻ ആണാണല്ലോ, ആണായതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിക്കണം, ഹി ഉപയോഗിക്കണം. അപ്പൊ ആൻസർ എന്താ, വോണ്ട് ഹി. വോണ്ട് ഹി എന്ന് എഴുതിയാണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഒരു മാർക്ക് കിട്ടി. സിമ്പിൾ അല്ലേ. ദെൻ അടുത്ത നോക്ക്, സരിത ക്യാൻ സിംഗ് വെൽ എന്നാണ്. നമ്മൾ ആദ്യം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ അല്ലേ, ക്യാൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ക്യാൻ എഴുതി. ഇനി ക്യാൻ ഇത് പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് ആക്കണം. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ക്യാൻ്റെ നെഗറ്റീവ് ക്യാൻഡ് അല്ലേ. അപ്പൊ എന്താ ആൻസർ, ക്യാൻഡ് അല്ലേ. ക്യാൻഡ് എഴുതി. ഇനി സരിത അല്ലേ, ക്യാൻഡ് സരിത എന്ന് എഴുതാൻ പറ്റുമോ, ഇല്ല. നൗൺ ആണല്ലേ, ഒരാളുടെ പേരല്ലേ. അപ്പൊ സരിത പെണ്ണല്ലേ മക്കളെ, സരിതേച്ചി പെണ്ണാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഏത് വെക്കണം, ഷീ വെക്കണം. അപ്പൊ എന്താ ആൻസർ വരിക, ക്യാൻഡ് ഷീ. ദാറ്റ്സ് ഓൾ, പ്രശ്നം കഴിഞ്ഞു. ഇനി അടുത്തെന്താ, ഐ ഡോണ്ട് ലൈക്ക് ടീ. ഡോണ്ട് അല്ലെ, നമ്മുടെ ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ട് ഡു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡു എഴുതി അല്ലെ. ഇനി ഇതിനെ ഡോണ്ട് നാക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഓൾറെഡി ഇതിന്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്, നെഗറ്റീവ് നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നോട്ട് നോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, പോസിറ്റീവ് തന്നെ അല്ലേ. അപ്പോൾ ഡോണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ഡു എന്ന് എഴുതാ. ഈ ഹെൽപ്പിംഗ് വെർബിന്റെ പോസിറ്റീവ് രൂപമാണല്ലോ അത്, അതന്നെ എഴുതി. ഇനി ഇതിലെ സബ്ജക്ട് ഐ അല്ലേ, നേരെ ഹെൽപ്പിംഗ് വെർബിന്റെ ലെഫ്റ്റ് സൈഡിൽ ഐ അല്ലേ. അപ്പൊ ആൻസർ എന്താ, ഡു ഐ അല്ലേ. ഐ ഇതിലില്ലേ,
ഫസ്റ്റ് തന്നെ ഐ ആണല്ലോ. അപ്പോൾ നൗൺ ആണെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റേണ്ട ആവശ്യമുള്ളൂ, പ്രൊനൗൺ ആണ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ആൻസർ ഡു ഐ. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ദെൻ അടുത്ത് നോക്ക്, ഹി ഹാസ് നോ ബ്രദേഴ്സ്. അപ്പം നമ്മുടെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹാസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹാസ് എഴുതി അല്ലെ. ഇനി നോട്ട് വെക്കണോ, ഹാസിന്റെ ആക്കണോ? ആക്കണ്ട. ഇവിടെ ചങ്ങായി വന്നാണ്, നോ വന്നാണ് അല്ലെ. നോ വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല, ഹാസ് തന്നെ എഴുതിയാൽ മതി. ദെൻ ഹി ആണല്ലോ സബ്ജക്ട്, നൗൺ ആണോ? അല്ല, പ്രോനൗൺ ആണ്. അപ്പൊ എന്താ, ഹാസ് ഹി. പ്രശ്നം കഴിഞ്ഞ്. ഇനി അടുത്തെന്താ, ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആരുണ്ട്? ആറുണ്ട്. അപ്പൊ നമ്മൾ 6 എഴുതി. ഇനി സ്റ്റേറ്റ്മെന്റിൽ നോയും നോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആക്കി. 6ന്റെ നെഗറ്റീവ് എന്താ, 6 അല്ലെ. ഇനി ചിൽഡ്രൻ അല്ലേ, കുറെ ആൾക്കാരില്ലേ, ആണാണോ പെണ്ണാണോ എന്നല്ല, കുറെ ആൾക്കാരുണ്ട്. നമ്മൾ വെക്കേണ്ടത് ഏതാണ്? ഡേ. അപ്പൊ 6 ഡേ. പ്രശ്നം കഴിഞ്ഞു അല്ലെ. ഇനി ലാസ്റ്റത്തെ ഐ ആം നോട്ട് ഗോയിങ് ടു മാർക്കറ്റ് എന്നാ പറഞ്ഞത്. അപ്പൊ ഏം ഉണ്ട്, നമ്മൾ ഏം എഴുതി അല്ലെ. ഇനി എന്താ പ്രശ്നം, നോട്ട് ഇവിടെ ഇല്ലേ. അപ്പൊ പിന്നെ ആമിൻ്റെ ആക്കണോ? ആമിൻ്റെ എന്നുള്ള വാക്ക് ഇല്ലല്ലേ, 6 ആണ്. പക്ഷെ അങ്ങനെ ആക്കണോ? വേണ്ട, ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പൊ എന്താ, ഏം തന്നെ എഴുതിയാൽ മതി അല്ലെ. ഇനി എന്താണ്, അല്ല നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിന് ഏം തന്നെ എഴുതിയാൽ മതി. ഇനി സബ്ജക്ട് ഐ അല്ലേ. അപ്പൊ ആൻസർ എന്താ, എം ഐ. ദാറ്റ്സ് ഓൾ. പ്രശ്നം കഴിഞ്ഞില്ല മക്കളെ. അപ്പൊ ഇത് പഠിച്ചില്ലേ. ഇനി ചെറിയൊരു സാധനം കൂടി പറയാണ്ട്, അത് കൂടി കഴിഞ്ഞാൽ ഫുൾ ഉറപ്പിക്കാം നമുക്ക് കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കും മക്കളെ, ഇവിടെ ഞാൻ 6 സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. കോമട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനാണല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, സെന്റൻസുകൾ തരും. അപ്പൊ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ഇതിലെ വെർബിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഇതിലെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ മക്കളെ? നമ്മൾ ഫസ്റ്റ് ഹെൽപ്പിംഗ് വെർബ് അല്ലേ കണ്ടെത്തേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ളതിലെ ഒരു സാധനം ഇവിടെ വന്നിട്ടില്ലല്ലോ. അതായത് കാറ്റ് ഹെൽപ്പിംഗ് വെർബ് അല്ല, ഡ്രിങ്ക്സ് ഹെൽപ്പിംഗ് വെർബ് അല്ല, മിൽക്ക് ഹെൽപ്പിംഗ് വെർബ് അല്ല, ഈസമാറിൽ പെടുന്നതല്ലോ അല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഈ 6 സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെയും സെന്റൻസ് വരാം. മനസ്സിലായോ? അതായത് ഒരു സെന്റൻസിൽ എപ്പോഴും ഹെൽപ്പിംഗ് വെർബ് വേണം എന്നില്ല. നേരത്തെ നമ്മൾ ഇത് എല്ലാ സെന്റൻസിലും ഈസ്, ആമ്, ആറ്, വാസ്, വേറെ, വില്ല്, ഷാൾ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒന്ന് വന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ അതൊന്നും ഇല്ലാതെയും സെന്റൻസ് വരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇനി ഒരു ചെറിയൊരു ലെസൺ പഠിക്കണം. ശ്രദ്ധിച്ചോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലും മറ്റു പല സമയത്തും ആവശ്യമുള്ള ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓർത്തു വെച്ചോ. അതായത് ചില സെന്റൻസുകളിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. ആ ഹെൽപ്പിംഗ് വെർബ് വരാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ സെന്റൻസിലെ വെർബ് ഓക്കെ, വെർബ് V1 ഫോമിലാണെങ്കിൽ, V1 ഫോം എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം. അതായത് നമ്മളിപ്പോ ഗോ, റൈറ്റ്, പ്ലേ, ജമ്പ്, പിന്നെ എന്താണ് സിംഗ്, ഇങ്ങനെ പറഞ്ഞ വെർബിന്റെ ആദ്യത്തെ രൂപം ഉണ്ടാവില്ലേ, ബേസ് അല്ലെ. ആ ഫോമിലാണ് നമ്മൾ വെർബ് 1, ഒന്നാമത്തെ വെർബ് എന്നല്ല V1. ഓക്കെ, ആ ഫോമിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബാണ് ഡു. ഒരു കള്ളൻ ഒളിച്ചിരിപ്പുണ്ട്. ആ കള്ളപ്പഹയൻ ഏതാണ്? ഡു ആണ്. ഏത് V1 ഫോമിലുള്ള വെർബ് നിങ്ങൾ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കുക അതിനകത്ത് ഈ ചെങ്ങായി ഒളിച്ചിട്ടുണ്ട്. ഡു എന്ന് പറഞ്ഞ ഒരുത്തന് ഉണ്ട് ഉറപ്പിച്ചോ. ഓക്കെ, ഇനി ഒരു വെർബ് എസ് ഫോം ആണെങ്കിൽ, എസ് ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ബേസ് ഫോമിന്റെ കൂടെ എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ES എന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വെർബ് എന്തായി? എസ് ഫോം ആയി. ഇപ്പൊ ഗോന്റെ കൂടെ ES വെച്ചാൽ ഗോസ്, അപ്പൊ അത് എസ് ഫോം ആയി. വർക്കിന്റെ കൂടെ ഒരു എസ് ഇട്ട് കൊടുത്താൽ വർക്സ്, എസ് ഫോം ആയി. ജമ്പ്, ജമ്പിന്റെ കൂടെ എസ് ഇട്ടാൽ ജംപ്സ്, എസ് ഫോം ആയി. പ്ലേ, പ്ലേന്റെ കൂടെ എസ് ഇട്ടാൽ പ്ലേസ്. അപ്പോൾ ഒരു ബേസ് ഫോമിന്റെ അല്ലെങ്കിൽ V1ന്റെ കൂടെ എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എസ് ഫോം കിട്ടി. അപ്പൊ അത് കണ്ടാൽ വളരെ എളുപ്പമാണ്. ഒരു വെർബിന്റെ ലാസ്റ്റ് എസ് ഉണ്ടോ നോക്കിയാൽ മതി. എസ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് എസ് ഫോം ആണ്. അങ്ങനെ ഒരു വെർബ് എസ് ഫോമിലാണ് വന്നതെങ്കിൽ അതിലും ആരുണ്ടാവില്ല? ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. പക്ഷേ ഒരുത്തന് ഒളിച്ചിരിപ്പുണ്ട്. ആ വെർബിന് എസ് ഫോമിനകത്ത് ഒളിച്ചിരിപ്പുള്ള ചെങ്ങായിയാണ് ഡസ്. ഈ ഡസിനകത്ത് ഒരു എസ് ഇല്ലേ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഡസ് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അത് ആർക്കുള്ളതാ? അത് എസ് ഫോമിലുള്ള വെർബിനുള്ള കുലുമാലാണ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബാന്ന് മനസ്സിലാക്കുക. ഇനി ഒരു സെന്റൻസിലെ വെർബ് V2 ഫോം. V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. ഇപ്പൊ ഗോന്റെ പാസ്റ്റ് ആണ് വെന്റ്, പ്ലേന്റെ പാസ്റ്റ് ആണ് പ്ലേഡ്, പിന്നെ സ്പീക്കിന്റെ പാസ്റ്റ് ആണ് സ്പോക്ക് അല്ലെ. അതുപോലെ ഫ്ലൈന്റെ പാസ്റ്റ് ആണ് ഫ്ലൂ. അങ്ങനെ എല്ലാ വെർബിനും ഒരു V2 ഫോം ഉണ്ടായിരിക്കും. ആ V2 ഫോമിലാണ് ഒരു സെന്റൻസിലെ വെർബ് വരുന്നെങ്കിൽ അതിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. പക്ഷേ ഈ V2 ഫോമിനകത്ത് ആ വെർബിനകത്ത് ഒരു ഒളിച്ചിരിപ്പുണ്ട്. ആരാ? ഡോന്റിൻ, ഡെസിഡി, മൂത്താപ്പ. ആര്? ഡിഡ്. ഓക്കെ, ഡിഡ്. അപ്പോൾ ഇവന്മാരെ 3 ആൾക്കാർ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയും വരാം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട ആദ്യം നിങ്ങൾ നോക്കണം എന്ത്? ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, വന്നിട്ടില്ലല്ലോ. അപ്പൊ ഞെട്ടണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലെ വെർബ് കണ്ടുപിടിക്കുക. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണല്ലോ. ഇതിൽ എന്ത് ആക്ഷനാണ് നടക്കുന്നത് മക്കളെ? കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. പൂച്ച പാല് കുടിക്കുന്നു എന്നല്ലേ. അപ്പൊ എന്ത് ആക്ഷനാണ് നടക്കുന്നത്? ഡ്രിങ്ക്സ്, കുടിക്കുന്നു എന്നുള്ളത് ആക്ഷൻ അല്ലേ. അപ്പൊ ഇതാണ് ഇതിലെ വെർബ്.
സംഭവം സിമ്പിൾ അല്ലേ? അപ്പോൾ വെർബ്. ഇനി നമുക്കറിയാം ഈ വെർബ് ഏത് ഫോമിലാ? ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലായതുകൊണ്ടായിരിക്കും ഇതിൽ ഈ പറഞ്ഞ ഒരു ഹെൽപ്പിംഗ് വെർബും വരാഞ്ഞത്. അപ്പൊ ഇത് ഏത് ഫോമാ നോക്കാം. V1 ആണോ, S ഫോം ആണോ, V2 ആണ്? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഇച്ചങ്ങനെ കൂടെ S കണ്ടോ? ഏത് ഫോമാ മക്കളെ? S ഫോം ആണ്. S ഫോം ആണെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് ഏത് ഉപയോഗിക്കണം എന്നാ പറഞ്ഞത്? ഡസ് ഉപയോഗിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് കിട്ടി ഫസ്റ്റത്തെ വേർഡ് കിട്ടി ഡസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മക്കളെ? നോട്ടും നോയൊന്നില്ലല്ലോ. അപ്പൊ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ ഡസിന് എന്താക്കണം? നെഗറ്റീവ് ആക്കണം. ഡസിന് നെഗറ്റീവ് എന്താ? ഡസിന്റെ ഒരു ഇൻഡ് വെച്ച് കൊടുത്താൽ മതി. കിട്ടിയില്ലേ? ഇനി കാറ്റ്, ഡസിന്റെ കാറ്റ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാറ്റ് ഒരു ചങ്ങായിന്റെ പേരല്ലേ? എല്ലാരും കയറിയിട്ട് കാറ്റ് എന്ന് വിളിക്കോ? ഇല്ല. കാറ്റ് ഒരു പെർട്ടിക്കുലർ ജീവിന്റെ പേരാണ് അല്ലേ? അപ്പൊ കാറ്റ് ഒരു ജീവി ആയതുകൊണ്ട് നമുക്ക് ഹീയും ഷീയും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. എന്താ പറയാ? ഇറ്റ്. അപ്പൊ എന്താ ആൻസർ? ഇറ്റ് അല്ലെ? അതായത് ഒരു ജീവിയോ ഒരു വസ്തുവൊക്കെ ആണെങ്കിൽ ഇറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ഡസിന്റെ ഇറ്റ്. ഡസ് എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ എസ് ഫോമിലുള്ള വെർബ് വന്നുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിന്റെ ലെഫ്റ്റ് സൈഡിലാണ് സബ്ജക്ട്. അതെന്തായാലും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത് നോക്കേ, ദേ പ്ലേ ഫുട്ബോൾ. ഇതിലും ഹെൽപ്പിംഗ് വെർബ് ഇല്ല. കാരണം എന്താ? ഇതിലെ വെർബ് ആരാ? എന്ത് വെർബായി നടക്കുന്നത്? പ്ലേ, കളിക്കുക എന്നുള്ളതല്ലേ? ഈ പ്ലേ ഒന്നുകിൽ V1 ആവണം, അല്ലെങ്കിൽ എസ് ഫോം ആവണം, അല്ലെങ്കിൽ V2 ആവണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പ്ലേ എന്നുള്ള ഫസ്റ്റത്തെ വെർബ് അല്ലേ? V1 അല്ലേ? V1 ആണെങ്കിൽ ഏത് ചെങ്ങനെ വെക്കണ്ടേ? ഡൂനെ വെക്കണം. അപ്പൊ ഏത് ആൻസർ? ഡു വെച്ചു. ഇനി സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് അല്ലേ? അപ്പൊ എന്ത് വെക്കണം? ഇൻറ്റ്, ഡോണ്ട് അല്ലെ? ഡോണ്ട് വെച്ചു. ഇനി ഇവിടെ ദേ അല്ലേ? ദേ ആരുടെയും പേരിലല്ലോ, പ്രോനൗൺ തന്നെയാണ്. നമ്മൾ പഠിച്ചു I, we, you, he, she, it, they അല്ലെ? അപ്പോൾ ദേ അതിലുള്ളതായതുകൊണ്ട് നമ്മൾ അതിനെ വെച്ചു. ദേ, ഡോണ്ട് ദേ. ആൻസർ കിട്ടി. ഓക്കെ. ഇനി അടുത്തെന്താ? റഹീം റാൻ ഫാസ്റ്റ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, ഉറപ്പിച്ചു. അപ്പൊ നമുക്ക് ഓർക്കാം V1 എസ് ഫോമോ V2 ആയിരിക്കും, ഉറപ്പിച്ചു അല്ലേ? ഇതിൽ റാൻ അല്ലേ? ഓടി എന്നുള്ളതല്ലേ ഇതിൽ നടന്ന ആക്ഷൻ അല്ലേ? ആ ഓടി എന്നുള്ളത് കഴിഞ്ഞു പോയതല്ലേ? V2 അല്ലേ? V2 ആയതുകൊണ്ട് ഏത് വെക്കണം? ഡിഡ് വെക്കണം. അപ്പൊ എന്തായി? ഡിഡ് വെച്ചു. പോസിറ്റീവ് ആയതുകൊണ്ട് എന്താക്കി? നെഗറ്റീവ്, ഡിഡിൻഡ് എന്നാക്കി. ഇനി റഹീം അല്ലേ? ആണല്ലേ? അതുകൊണ്ട് എന്താക്കി? ഹീ വെച്ചു. ഡിഡിൻഡ് ഹീ. പ്രശ്നം കഴിഞ്ഞു. ഇനി അടുത്തെന്താ? ദ മെഷീൻ വർക്ക്സ് വെല് അല്ലെ? ഈ എസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താ? ഇത് എസ് ഫോമിലുള്ള വെർബാണ്. അപ്പൊ നമ്മൾ എന്താക്കണം? ഡസ് വെക്കണം. അപ്പൊ ഡസ് വെച്ചു. പിന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കി, ഡസിൻ്റെ ആക്കി. ദ മെഷീൻ ഒരു വസ്തു അല്ലേ? ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചു. നേരത്തെ കാറ്റിന് വെച്ച മാതിരി തന്നെ ഇറ്റ് വെച്ചു. ആൻസർ ഡസിൻ്റെ ഇറ്റ്. അടുത്ത് നോക്കേ, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. സ്റ്റഡി അല്ലേ വെർബ് അല്ലെ? പഠിക്കുക എന്നുള്ളതാണ് അതിലെ ആക്ഷൻ. അപ്പൊ സ്റ്റഡി ആണ് വെർബ്. അപ്പൊ നമ്മൾ സ്റ്റഡി എന്നുള്ള ഏത് ഫോമാ? ഫസ്റ്റ് ഫോമാണ്, V1 ആണ്. അപ്പൊ ഡു വെച്ചു. നെഗറ്റീവ് ആക്കണം. ഡോണ്ട് വെച്ചു. സബ്ജക്റ്റ് ഐ അല്ലേ? അതിനുള്ള പ്രോനൗൺ ആയതുകൊണ്ട് ഡോണ്ട് ഐ. അടുത്ത ഏതാണ്? ടീച്ചർ ടോട്ട് ഇംഗ്ലീഷ് അല്ലെ? ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അപ്പൊ ഇതിൽ ടീച്ചർ ചെയ്ത ആക്ഷൻ ടോട്ട്, പഠിപ്പിച്ചു എന്നുള്ളതാണ്. പാസ്റ്റ് ടെൻസ് ആണ്, V2 ഫോം ആണ്. അപ്പൊ ഏത് വെച്ചു? ഡിഡ് വെച്ചു അല്ലെ? ഇനി നെഗറ്റീവ് ആക്കി, ഡിഡിൻറ്റ്. ഇനി ടീച്ചർ അല്ലേ? ടീച്ചർ ആണും ആവാം പെണ്ണും ആവാം. നിങ്ങൾ ആണായിട്ടാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഹീ എന്നിടാം, പെണ്ണാണെങ്കിൽ ഷീ എന്നിടാം. ഏതിട്ടാലും ശരിയാണ്. ടീച്ചർ ഏതിനും പറ്റും അല്ലെ? അപ്പം പഠിച്ചോ? ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചോ മക്കളെ? ഇത്ര സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഒരു 1-2 നിങ്ങൾക്ക് SLCക്ക് വന്ന 1-2 ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് 2 മിനിറ്റ് കേട്ടോ. ഇനി പെട്ടെന്ന് ഓടിപ്പോലെ. ഇവിടെ നോക്ക് മക്കളെ, യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്സ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നു. എന്നിട്ട് ഒരു കോമറ്റു ഡാഷ് വന്നു, ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ചു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? പതിവ് പോലെ തന്നെ ഹെൽപ്പിംഗ് വെർബ് ഏതെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടോ നോക്കാം. വന്നിട്ടുണ്ടോ? ഇല്ല. യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളതിൽ ഹെൽപ്പിംഗ് വെർബ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ ഇതിലെ വെർബ് V1 എസ് ഫോമോ V2 ആണ്. ഉറപ്പായി. ഈ കാലമാടന്മാർ വന്നാൽ മാത്രമേ എന്ത് വരാക്കുള്ളൂ? ഹെൽപ്പിംഗ് വെർബ് വരാക്കുള്ളൂ. നമുക്ക് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ ഉറപ്പിച്ച്. ഇനി ഇതിലെ വെർബ് കണ്ടെത്തലല്ലേ? ഇതിൽ എന്ത് ആക്ഷനാണ് നടന്നത്? ബോട്ട്. ബൈന്റെ V2 ഫോം ആണ് ബോട്ട്. ഈ V1 V2 ഒക്കെ പഠിച്ചു വെക്കണം. നമുക്ക് പരിചയമുള്ളതിനൊക്കെ എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ബോട്ട് എന്നുള്ള V2 ഫോം ആണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ V2 ഫോം ആണെങ്കിൽ ഏത് ഹെൽപ്പിംഗ് വെർബാ മക്കളെ വെക്കേണ്ടത്? ഡിഡ് ആണ്. അപ്പൊ നമ്മൾ ഡിഡ് വെച്ചു അല്ലെ? ഇനി ഇത് പോസിറ്റീവ് അല്ലേ? നോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആക്കി, ഡിഡിൻഡ് വെച്ചു അല്ലെ? ഇനി ഇതിലെ സബ്ജക്റ്റ് യു അല്ലേ? മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. സബ്ജക്റ്റ് അല്ലേ? യു. ആൻസർ എന്താ? ഡിഡിൻഡ് യു. ഇത്ര എളുപ്പമാണ്. എന്ത് പെട്ടെന്ന് മാർക്ക് കിട്ടിയെ നോക്കിയാ. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു കോൺഫിഡൻസ് വന്നില്ലേ? ഈ ഒരു മാർക്ക് നിങ്ങൾ ഇനി മിസ്സാക്കൂലെന്നാണ് എൻ്റെ ഒരു ധാരണ. നോക്കളെ, നിങ്ങൾക്ക് SLCക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ ഇടയിലാണ് വന്നത്. ഇത് ഇടയിലോ ഫസ്റ്റ് എവിടെ വേണമെങ്കിലും വരട്ടോ. ഇവിടെ നോക്കി, യു സ്റ്റിൽ ഡോണ്ട് റിമെമ്പർ മീ എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നു. എന്നിട്ട് കോമ ഇട്ടു. എന്നിട്ട് ഡാഷ് വന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഈ ചിഹ്നങ്ങൾ കറക്റ്റ് നോക്കണേ. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാരണം കോമഡാനൊക്കെ മറന്നു പോകും. അപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കോമഡാനുള്ള സ്പേസെങ്കിലും കഴിഞ്ഞിട്ട് ഡാഷിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് എന്നിട്ട് അത് ക്വസ്റ്റ്യൻ ടാഗ് ഉറപ്പിച്ചോണ്ടി കേട്ടോ. സോ ഇങ്ങനെ വന്നു. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കണ്ടേ? കണ്ടില്ലേ? ഇവിടെ ഡോണ്ട് വന്നിട്ടുണ്ട്. ഡു ഇല്ലേ? അല്ലെ? പോസിറ്റീവ് നെഗറ്റീവ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ട്. അപ്പൊ നോട്ട് വന്നുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ ഡോണ്ട് ആക്കണ്ട. അപ്പൊ ഡു നമ്മൾ എഴുതി, ഹെൽപ്പിംഗ് വെർബ് എഴുതി. ഇനി ഇതിലെ സബ്ജക്ട് യു അല്ലേ? ആൻസർ എന്താ? ഡു യു. സിമ്പിൾ. പ്രശ്നം കഴിഞ്ഞു അല്ലെ? എല്ലാ ആൻസറും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ട് അല്ലെ? ഇനി അവസാനമായിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി തരാണ്. ഇതാ മാർത്തയും ഗ്രാൻഡ് പേയും നമ്മൾ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത് ഇടയിലാണ്. ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ എന്നിട്ടിട്ട് ഒരു കോമ ഇട്ടിരിക്കുന്നു, ഡാഷ് ഇട്ടിരിക്കുന്നു,
ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് 28ാമത്തെ ക്വസ്റ്റ്യന്റെ ഭാഗമല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ഒരു രീതി കൂടി പറഞ്ഞുതരാം. ഞാൻ അതുപോലെ ഇത് മണ്ടത്തരം എഴുതണ്ട. നമ്മുടെ മാർജിൻ ഉണ്ടാവില്ലേ, മാർജിന്റെ ലെഫ്റ്റ് സൈഡിലെ മാർജിന്റെ ഉള്ളിൽ നമ്മൾ പേര് മാത്രം, ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ ഇടാൻ പാടുള്ളൂ, വേറെ ഒന്നും ഇടാൻ പാടില്ല. അപ്പൊ നമ്മൾ 28 നമ്പർ എടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ABCD ഇങ്ങനെ ഓരോന്ന്, ചിലപ്പോൾ ഈ ചിലതിൽ 6 മാർക്കിന് വയ്ക്കും, ഇവിടെ 4 മാർക്കിനാ വന്നത്, ചിലപ്പോൾ 6 മാർക്കിനും 5 മാർക്കിനും ഒക്കെ വരാറുണ്ട്. 5 മാർക്കിന് മിനിമം വരാറുണ്ട് കേട്ടോ. അപ്പോൾ 25ൽ A എന്നിടുക. A എന്നിട്ടാണ് എവിടെയാണ് ഉള്ളിലാണ്, പുറത്തിടരുത്, ഇതിനകത്തിടരുത്, ഇതിനകത്തിട്ടാ റോങ് ആണ്. A എന്നിട്ടിട്ട് എന്റെ ആൻസർ നമ്മൾ എഴുതുന്നു. ഓക്കെ, എന്റെ ആൻസർ നിങ്ങൾക്ക് ഓർമ്മയില്ല, തൽക്കാലം ഒഴിച്ചിട്ട് എന്നിട്ട് ലാസ്റ്റ് എഴുതണം. എന്തെങ്കിലും എഴുതണം കേട്ടോ, ഇതാത് വെറുതെ ഗ്യാപ്പ് ഇട്ട് ഒഴിച്ചിടരുത്. അല്ലാതെ A നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചാണ്ട് ചാടി കയറി ആദ്യം കൊണ്ടുപോയിട്ട് B എഴുതരുത്. ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ABCD ഈ പാറ്റേണിൽ തന്നെ എഴുതണം. അല്ലാതെ A ഒരു പേജിൽ എഴുതുന്നു, B വേറെ പേജിൽ എഴുതുന്നു, അങ്ങനെയൊക്കെ എഴുതി അതിന്റെ മാർക്ക് കിട്ടൂല. അതേപോലെ A എഴുതിയിട്ട് പിന്നെ C എഴുതുന്നു, പിന്നെ B എഴുതുന്നു, പിന്നെ D എഴുതുന്നു, അങ്ങനെ ഓർഡർ തെറ്റിച്ച് എഴുതിയാൽ ഒന്നും ഇതിന്റെ മാർക്ക് കിട്ടൂല. അപ്പൊ ഇതിന് മാത്രമല്ല, എഡിറ്റിംഗ് അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അല്ല, ഇതിനൊക്കെ AB എന്നുള്ള പാറ്റേണിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ അത് കൊടുത്തിരിക്കും, ഡാഷ് ഇടുന്നിടത്തൊക്കെ. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ പാസേജ് എഴുതിയൊക്കെ, ചില കുട്ടികളുടെ വിചാരം എന്താ വിചാരിച്ചാൽ ഇതൊക്കെ കണ്ട് മൊത്തം എഴുതിച്ചാൽ കുറെ പേജ് നടക്കല്ലോ എന്നാ. നിങ്ങൾ ഏറ്റവും വലിയ ഭൂലോക മണ്ടനാണെന്ന് അയാൾ മനസ്സിലാക്കും. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത്തരത്തിലുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗ്രാമറിന്റെ എല്ലാത്തിലും എഡിറ്റിംഗിലും അതേപോലെ മറ്റുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഇതേപോലെ ABCD കാണാം. ABCD കാണുന്നത് നിങ്ങളുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഈ സാധനങ്ങളൊന്നും എഴുതി വെക്കരുത്. ആൻസർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. എഴുതിയാൽ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ പേരും മണ്ടനാണെന്ന് നിങ്ങളുടെ വാല്യുവേറ്റർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മാർക്ക് ഉള്ളതൊക്കെ മൂപ്പര് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ എഴുതരുത്, ആൻസർ മാത്രം എഴുതാം. അപ്പൊ നമുക്ക് ഏതായാലും B ക്വസ്റ്റ്യൻ ആണല്ലോ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമ്മൾ B എന്നിടുന്നു. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് നോക്കുന്നു, ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കുന്നു. ഉണ്ടോ? ഉണ്ട്. ഹാസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാസ് എഴുതി അല്ലെ. ഇനി സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. പോസിറ്റീവ് ആണ്, നോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഹാസിന്റെ ആക്കി അല്ലെ. ഇനി നമ്മുടെ സബ്ജക്ട് ഇറ്റ് അല്ലേ അല്ലെ, ഹാസിന്റെ പുറത്തേക്ക് ഇറ്റ് അല്ലേ ഉള്ളൂ. ഇറ്റ് ഒരു പ്രോനൗൺ ആണ്, ഹാസ് ഇൻ ഇറ്റ്. പ്രശ്നം കഴിഞ്ഞ മക്കളെ, ഒരു മാർക്ക് കിട്ടി. ഓക്കെ, പിന്നെ സീന്റെ ഉത്തരം എഴുതുന്നു, ഡീന്റെ ഉത്തരം എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്. അപ്പോൾ ഈ ഗ്രാമർ മക്കൾക്ക് എല്ലാവർക്കും തറായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള എല്ലാ ഗ്രാമറുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗ്രാമർ എങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഗ്രാമർ വേണോ വേണ്ടോ എന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.